എന്താ രാമേന്ദ്ര പ്രശ്നം? ഫ്ലാഷ് ബാക്ക്. നമ്മുടെ പരിപാടിക്ക് ഒരാളെ കൂടെ വേണമെന്ന് മുതലാളി പറഞ്ഞായിരുന്നല്ലോ. വിശ്വസിക്കാം, നല്ല ചങ്കൂറ്റ കൂടെ നിൽക്കും. ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. എന്നിട്ട് 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. നീ ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി അവരല്ല, ഞാൻ, നമ്മുടെ പാർട്ടി. എന്നാ പിന്നെ ഞാൻ മറ്റേത് ഏത്? ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെക്കണമെന്ന RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ പ്രസ്താവനയിൽ തലയൂരി RSS നേതൃത്വം. എനിക്ക് അപ്പോഴേ തോന്നി. TG മോഹൻദാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും RSSന്റെ പദവികളിലുള്ള ആളല്ല മോഹൻദാസ് എന്നും വിശദീകരണം. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. RSS മോഹൻദാസിനെ തള്ളുന്ന ഒരു സാഹചര്യമല്ലേ? നാട്ടിലെ പശുക്കൾക്കും കാളുകൾക്കും നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ ഭൈരവാ. താനായിരുന്നു എങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, അതിനുശേഷം വിദ്യാർത്ഥികളെ വെടിവെക്കും, അപ്പോൾ കുറെ പേർ മരിക്കും, അതോടെ സമരം അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അത് നല്ല വിചാരമായിപ്പോയി. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം. ില്ലാത്തവന്റെ ആസനത്തിൽ ആല് കുളച്ചാൽ അത് തണലാവില്ല, വലിയ ഭാരമായിരിക്കും. SFI AISF ഉൾപ്പെടെയുള്ള സംഘടനകൾ പോലീസിൽ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ആ പരാതി താഴേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കുടുങ്ങിന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കൈത്ത പോലെയായി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അതിൽ നടപടി പോലീസും സ്വീകരിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് RSS അദ്ദേഹത്തെ തള്ളി രംഗത്തെത്തുന്നത്. ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനം പറയാം. ഇന്നത്തോടുകൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. RSSന്റെ ഏതെങ്കിലും ഔദ്യോഗിക പദവിയിൽ പ്രവർത്തിക്കുന്ന ആളല്ല TG മോഹൻദാസ്. സ്വാഭാവികം. ഒരു മാറ്റവും ഇല്ലല്ലോ. ഒപ്പം തന്നെ RSS TG മോഹൻദാസിന്റേത് വ്യക്തിപരമായ നിലപാടാണ്. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി. RSSന് അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല അത് തള്ളണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നിലപാട് തള്ളണം എന്നുള്ളതാണ് നിലവിൽ RSS ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വെറുതെ ചിരിപ്പിക്കരുത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.